പള്ളിയിലേക്ക് എടുക്കുക. എന്റെ ചെറുപ്പക്കാരാ, ഇന്ന് നീ ഒരു തീരുമാനമെടുക്കുക. ഇനി ഞാൻ കള്ളു കുടിക്കില്ല. നമ്മുടെ നാട്ടിൽ ഒരു പ്രഭാഷണം നടത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു വാദം സംഘടിപ്പിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു മഹാനുഭാവന്റെ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്മരണം പറയുമ്പോൾ അതിന്റെ ദിക്റുകളും ദുആകളും പറയുമ്പോൾ നമുക്ക് വേണ്ടതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കുക, ഒരു തീരുമാനം നമ്മൾ എടുക്കുക. ഇനി ഞാൻ കള്ളു കുടിക്കില്ല, ഇനി എന്റെ പാവപ്പെട്ട പെണ്ണിനെ ഞാൻ തല്ലൂല, ഇനി ഞാൻ എന്റെ പൊന്നുമോനെ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് എന്റെ പൊന്നുമോനെ ഞാൻ വിളിച്ചു കൊണ്ടുപോകും, നിസ്കരിക്കാൻ വിളിച്ചു കൊണ്ടുപോകും, സംഘടിതമായി നിസ്കരിക്കാൻ. എന്റെ പൊന്നുമോനെ ഇനി നിസ്കരിക്കാൻ പോകുമ്പോൾ ഞാൻ എന്റെ പൊന്നുമോനെ കിടത്തി ഇറക്കിയിട്ട് ഞാൻ കൊണ്ടുപോകൂല. എന്റെ പൊന്നുമോനെയും കൊണ്ട് ഞാൻ ഇനി പള്ളിയിൽ പോകും, ഞാൻ ഈ പള്ളിയിൽ കൊണ്ടുപോകും എന്നൊരു തീരുമാനമെടുക്കുക. ഇത് നടത്തുന്നത് കൊണ്ട് ഈ സംഘാടകർ ഈ പരിപാടി നടത്തുമ്പോൾ, ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുമ്പോൾ, ഇതിനു വേണ്ടി സഹായിക്കുമ്പോൾ, ഇതിനു വേണ്ടി നേർച്ചകൾ നേരുമ്പോൾ ഒരു നാടിൽ ഒരു മാറ്റമുണ്ടാകണം. നമ്മൾക്കൊരു മാറ്റമുണ്ടാകണം, നമ്മുടെ നാട്ടിൽ മാറ്റമുണ്ടാകണം. ഒരു ഉറച്ച തീരുമാനമെടുക്കുക. അപ്പേ ഇനി ഞാൻ മദ്യം എന്റെ കൈകൊണ്ട് തൊടില്ലല്ല, ഇനി ഞാൻ നിസ്കാരം കലാക്കില്ലല്ല. സഹാബിവര്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചതുപോലെ ആ സ്വർഗപ്രവേശനത്തിന് എന്തെല്ലാം മുത്തുനബി പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ച് ഞാൻ ജീവിക്കുവാം. അല്ലാഹ് റഹ്മാനായ റബ്ബേ, ഇനി ഞാൻ എന്റെ ശരീരത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനവും എന്റെ ഇതുകൊണ്ട് ഞാൻ ചെയ്യൂല. ഞാൻ പള്ളിയുടെ മുനാരത്തിൽ നിന്നും ബാങ്ക് കേൾക്കുമ്പോൾ ഇനി ഞാൻ കമ്പ്യൂട്ടറിൽ കളിക്കൂല, ഞാൻ ചാറ്റിംഗ് നടത്തൂല, ഞാൻ എന്നെ പാവപ്പെട്ട ഏതോ കരയിൽ കിടക്കുന്ന പെണ്ണുമായിട്ട് ഇനി ഞാൻ ചാറ്റിംഗ് നടത്തൂല. ഇതെല്ലാം ഞാൻ വെച്ച് കെട്ടിയിരിക്കുന്നു. എന്റെ റബ്ബുമായിട്ട് എനിക്ക് ആത്മബന്ധമുണ്ടാകണം. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അനുസ്മരണം നടക്കുമ്പോൾ ആ മഹാനുഭാവനെ ഓർക്കുമ്പോൾ ആ മഹാനുഭാവന്റെ ഹദറത്തിലേക്ക് നമ്മൾ ദിക്റുകൾ ചെല്ലുമ്പോൾ ആ മഹാനുഭാവൻ മുറുകെ പിടിച്ച പാദം നമ്മൾ പിന്തുടരുമ്പോൾ ഇനി ഞാനൊരു പുത്തൻ ചെറുപ്പക്കാരനാകാൻ വേണ്ടിയാ പറയുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഇന്ന് ചെറുപ്പക്കാർ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഒരു പ്രിയ സുഹൃത്ത് 2 ദിവസം മുമ്പ് അയാള് എന്തോ ഒരു അസുഖം വന്ന് വീഴുകയാണ്. ആഹാരം കഴിച്ചിട്ട് പുറത്തേക്ക് തുപ്പുന്നു. ഇതാ RCCയിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. 28-30 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടു പോകുമ്പോൾ എന്റെ പൊന്നുമോനെ, നിന്റെ പോക്കെങ്ങോട്ടാണ്? നീ എന്ന് അല്ലാഹുവിനെ പേടിക്കേണ്ട പൊന്നുമോനെ. നിങ്ങൾക്കറിയില്ലേ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആരാ? അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത പ്രിയങ്കരനായ വലിയല്ലായിരുന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അല്ലാഹുവുമായിട്ട് ആത്മബന്ധമുണ്ടാക്കിയപ്പോൾ, റബ്ബുമായിട്ട് അടുത്തപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നാട്ടിൽ മാറിമറിയുന്ന ആളായി മാറില്ലേ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആരായിരുന്നു? സ്വച്ഛാധിപതിയായ ഭരണാധികാരിയല്ലായിരുന്നോ? നാടിനെ കിടുകിട വിറപ്പിച്ച ഭരണാധികാരിയല്ലായിരുന്നോ? നായാട്ടിന് പോകുമ്പോൾ മുന്നിൽ നിൽക്കുന്നവരെ അതിശക്തമായി ചീത്തകൾ പറഞ്ഞിട്ട് ശല്യം ചെയ്യുന്ന മനുഷ്യനല്ലായിരുന്നോ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു? പക്ഷേ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് മാറിയില്ലേ? ശരീരം മാറിയില്ലേ? അല്ലാഹുവുമായിട്ട് അടുത്തില്ലേ? നിന്റെ കാരണം എന്താ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പോലീസുള്ള മനുഷ്യരായി മാറാൻ, അല്ലാഹുവുമായിട്ട് അടുപ്പമുള്ള മനുഷ്യരായി മാറാൻ, അല്ലാഹുവിന്റെ വലിയായി മാറാൻ ഉണ്ടായ കാരണം എന്താ? മറ്റുള്ള കാരണമൊന്നുമല്ല. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വേലക്ക് വരുന്ന പെണ്ണുണ്ടല്ലോ, പാവപ്പെട്ട പെണ്ണ്. ആ പാവപ്പെട്ട പെണ്ണ് റൂം വൃത്തിയാക്കുമ്പോൾ, മുറ്റം വൃത്തിയാക്കുമ്പോൾ, റൂം വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ പട്ടുമെത്തയിലെന്ന് കൈവച്ചപ്പോൾ അത് വല്ലാത്ത രസമുണ്ടായപ്പോൾ ആ പട്ടുമെത്തയിലെന്ന് കൈകൊത്തിയപ്പോൾ ഇതിലൊന്ന് കിടന്നിരുന്നെങ്കിൽ ഇത് എത്രയോ രസമുള്ള മെത്ത, എത്രയോ സുഖമുള്ള പട്ടുമെത്ത. ഈ മെത്തയിൽ ഒന്ന് കിടന്നിരുന്നെങ്കിൽ, ഒന്ന് തലോടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ പട്ടുമെത്തയിലെന്ന് വല്ലാതെന്ന് കൈവച്ചപ്പോൾ അന്ന് രസം തോന്നിയപ്പോൾ ആ രസം തോന്നുന്ന സന്ദർഭത്തിലുണ്ടല്ലോ ഒന്ന് കിടക്കണമെന്ന
പാവപ്പെട്ട പെണ്ണിന് ആഗ്രഹം തോന്നിയപ്പോൾ, അങ്ങനെ വല്ലാതെ ആ പട്ടുമെത്തയിൽ അങ്ങ് കിടന്നപ്പോൾ, അങ്ങനെ ആ പട്ടുമെത്തയിൽ കിടന്നപ്പോൾ, ആ പട്ടുമെത്തയിൽ കിടന്ന കാരണത്താൽ ഉറക്കം കണ്ണിലേക്ക് പിടിച്ച പാവപ്പെട്ട പെണ്ണുണ്ടല്ലോ, ആ പാവപ്പെട്ട പെണ്ണ് ഇതാ ഉറക്കം കണ്ണിലേക്ക് പിടിച്ചപ്പോൾ ഇതാ കടന്നു വരുന്നു. ആരാ? അതിശക്തമായ ഭരണാധികാരിയാ, സ്വച്ഛാധിപതിയായ ഭരണാധികാരി ഇബ്രാഹിം നബി അദ്ദേഹം കടന്നു വരുമ്പോൾ, ആര് പറഞ്ഞടി ഈ പട്ടുമെത്തയിൽ കിടന്നുറങ്ങാനെന്നും പറഞ്ഞ് അലറിക്കൊണ്ട് ചോദിക്കുമ്പോൾ ചാടി എണീക്കുന്നു പാവപ്പെട്ട പെണ്ണ്. ചാടി എണീച്ചിട്ടാ കണ്ണുകൾ നിറയുന്ന ഒരവസ്ഥ. ചാടി എണീച്ചിട്ട് ഇതാര് പറഞ്ഞടി ഈ പട്ടുമെത്തയിൽ കിടക്കാനെന്ന് ചോദിച്ചുകൊണ്ട് ഇതാ ഇബ്രാഹിം നബി അദ്ദേഹം റളിയല്ലാഹു അൻഹു ചാട്ടവാറുകൊണ്ട് ഇതാ പാവപ്പെട്ട പെണ്ണിനെ ആക്രമിക്കുകയാ. ഈ പാവപ്പെട്ട പെണ്ണിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ, പാവപ്പെട്ട പെണ്ണിനെ ആദരവ് കൊടുക്കണമെന്ന് പറഞ്ഞ, പാവപ്പെട്ട പെണ്ണിന് സ്നേഹം കൊടുക്കണമെന്ന് പറഞ്ഞ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശാസ്ത്രീയ വശമുണ്ടല്ലോ, അത് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അദ്ദേഹം ഇതാ പാവപ്പെട്ട പെണ്ണിനെ ആക്രമിക്കുകയാണ്. അടിയടിക്കുമ്പോൾ പാവപ്പെട്ട പെണ്ണ് ചിരിക്കുന്നു, അടിക്കുമ്പോൾ അതിനുശേഷം പാവപ്പെട്ട പെണ്ണ് കരയുന്നു. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിതാ പിടിച്ചു കുലുക്കുകയാ. വല്ലാത്ത ഒരു കാരണമുണ്ടാവുകയാ. എന്തേ ഈ പെണ്ണിനെ ഞാനെന്ന് അടിച്ചപ്പോൾ എന്തിനാ ഈ പെണ്ണ് ചിരിച്ചത്? എന്താ ഈ പെണ്ണ് പിന്നെ കരഞ്ഞതിന്റെ കാരണം എന്താ? ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സുണ്ടല്ലോ, മനസ്സിന്റെ ഉള്ളിൽ ഇതാ വല്ലാത്ത ഒരു അടുപ്പമുണ്ടാകുന്നു, വല്ലാത്ത ഒരു വേദന ഉണ്ടാകുന്നു. എന്തേ? വല്ലാത്ത ഒരു ചിന്ത ഉണ്ടാകുന്നു. എന്തേ ചിന്ത? എന്തേ ഈ പെണ്ണ് ചിരിച്ചതെന്താ? എന്തേ ഈ പെണ്ണ് കരഞ്ഞതെന്താ? എന്തേ ഈ ചിരിയും കരച്ചിലുമാണ് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയെങ്കിൽ, അള്ളാന്റെ വിലായത്തിന്റെ ആളാക്കി മാറ്റിയെങ്കിൽ, എന്റെ ചെറുപ്പക്കാരാ നീ എന്ന് ചിന്തിക്ക്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു 20 വയസ്സുള്ള ചുടുചുറുക്കുള്ള ചെറുപ്പക്കാരനായെങ്കിൽ ഇതാ പിതാവിനെ മർദ്ദിക്കുമ്പോഴും ഉപ്പയിൽ നിന്നും ഒരു നിമിഷം പോലും മാറില്ല എന്ന് പറഞ്ഞപ്പോൾ, അറിയാതെ വാഗൊണ്ട് പറഞ്ഞപ്പോൾ, അത് കാരണത്താൽ മുത്തുനബിയെ പറ്റി പറഞ്ഞു എന്നുള്ള ചിന്തയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് കണ്ണുനീര് ഒഴുകി ആ കണ്ണുനീരങ്ങ് മാറിയിട്ട് കണ്ണിൽ കൂടി ചുടുരക്തം താഴേക്ക് വീണപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തോടുകുത്തി ഒരുമിച്ച് ചാടി എണീറ്റപ്പോൾ ഈ ചുടുരക്തം കണ്ണുനീരിന് പകരം ചുടുരക്തം ധാരധാരയായി ഒഴുകുമ്പോൾ ആ കണ്ണുനീര് കൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിനെ പിടിച്ചു കുലുക്കാൻ കഴിവുണ്ടായിരുന്ന 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ പോലെ എന്തേ ചെറുപ്പക്കാരാ നീ ആകാത്തത്? എന്തേ ചെറുപ്പക്കാരാ നീ നന്നാകാത്തത്? എന്നാൽ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ടായ മാറ്റം എന്തേ? ഒരു ചിരിയും ഒരു കരച്ചിലുമാണെങ്കിൽ എത്ര ചിരികളാ നിന്റെ മനസ്സിൽ, നിന്റെ റൂട്ടിൽ കൂടി കടന്നു പോയത്? എത്ര കരച്ചിലുകളാ, എത്ര സന്ദർഭങ്ങളാ നിന്നെ പിടിച്ചു കുലുക്കിയത്? എത്ര സഹോദരങ്ങളാ നിന്നിൽ നിന്നും പിരിഞ്ഞു പോയത്? എത്ര സുഹൃത്തുക്കളാ നിനക്ക് നഷ്ടപ്പെട്ടു പോയത്? എന്തേ സുഹൃത്തെ നീ എന്ന് നന്നാകാത്തത്? എന്നാൽ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഇതാ പെണ്ണിനോട് ചോദിക്കുന്ന, പെണ്ണേ നീ എന്തേ കരഞ്ഞത്? പെണ്ണേ എന്തേ പെണ്ണേ നീ കരഞ്ഞത്? പെണ്ണേ എന്തേ പെണ്ണേ നീ ചിരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന പാവപ്പെട്ട പെണ്ണുണ്ടല്ലോ, ആ പാവപ്പെട്ട പെണ്ണ് പറയുന്നു, നിന്റെ ശിക്ഷ എത്രയോ ലളിതമാണ്, നിന്റെ ശിക്ഷ എത്രയോ ലളിതമാണ്, എന്നാൽ എന്റെ റബ്ബിന്റെ ശിക്ഷ എത്രയോ ഭയാനകമാണ്. ചെറുപ്പക്കാരാ നീ ചിന്തിക്കുക, നിന്റെ കണ്ണിൽ നിന്നും ഒഴുകുന്ന ഈ കണ്ണുനീരുണ്ടല്ലോ, ഈ കണ്ണുനീരിന് പകരമായി ഒരു നാൾ നീ കണ്ണുനീർ ഒഴുക്കാൻ പോകുമ്പോൾ നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകൂല, മറിച്ച് നിന്റെ കണ്ണിൽ നിന്നും ചുടുരക്തമാ ഒഴുകുന്നത്, ചുടുരക്തമാ. നിന്റെ കണ്ണിൽ നിന്നും കരച്ചിൽ പറ്റിയിട്ട് ഇതാ കണ്ണുനീര് പറ്റിയിട്ട് ആ കണ്ണിൽ നിന്നും ചുടുരക്തം ധാരധാരെ ആയി ഒഴുകുന്നതെപ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷ കൺമുന്നിൽ നീ കാണുമ്പോൾ അപ്പോൾ നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല പൊന്നുമോനെ. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ മദ്യപാനികളുണ്ടെങ്കിൽ, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ